പ്രപഞ്ചബോധത്തിൻ്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലൊന്നാണ് ഊർജ പരിവർത്തനത്തിൻ്റെ കല. സാന്ദ്രത ഏറിയ നിശ്ചലമായ ഊർജത്തെ ഉയർന്ന വൈബ്രേഷണൽ ആവൃത്തികളാക്കി മാറ്റാനുള്ള ആ ഒരു കഴിവ്. ഓരോ നമ്മളുടെ ഇമോഷനും ചിന്തയ്ക്കും അനുഭവത്തിനും ഒരു പ്രത്യേക ചാർജുണ്ട്. ഈ ചാർജുകൾ നമ്മളെ താഴ്ന്ന മാനങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന ആ ഒരു ഡയമെൻഷനിലേക്കോ നമ്മളെ ബന്ധിപ്പിക്കുന്നു. 3D ലോകത്ത്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു പ്ലെയിനിൽ 3 ഡയമെൻഷനലിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി ഭയം, കോപം, വെറുപ്പ് എന്നിവ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മെൻ്റൽ പ്ലെയിനും ആ 3D ആ ഒരു ലെവലിൽ ബ്ലോക്കായിരിക്കും. ഊർജം അതിൻ്റെ ആധിപത്യം ഇവിടെ തന്നെ സ്ഥാപിക്കും. നമ്മളെ ഈ ഒരു ഡയമെൻഷനെ വിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തും. ഈ സാന്ദ്രമായ ഊർജങ്ങൾ വളരെ ഹാർഡായിട്ട് നമ്മളിൽ എഫക്റ്റ് ചെയ്യുകയും നമ്മളുടെ ആ ഒരു ചിന്തകൾ ഭൗതിക മണ്ഡലത്തിൽ തന്നെ തളച്ചിടും. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു അവബോധ ഊർജ തലത്തിലേക്ക് പരിവർത്തനം സംഭവിക്കാനുള്ളതിന് തടസ്സമാകും. അപ്പോൾ ഈ താഴ്ന്ന ആവർത്തിയുള്ള ആ ഒരു ഊർജത്തെ നമ്മൾ ഉയർന്ന വൈബ്രേഷണൽ അവസ്ഥകളിലേക്ക് മാറ്റാൻ ഈ പ്രക്രിയ നെഗറ്റീവ് വികാരങ്ങളെയോ ചിന്തകളെയോ അടിച്ചമർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവയുടെ അടിസ്ഥാന സത്ത മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനെ ഉയർന്ന തലത്തിലേക്ക് വൈബ്രേഷനിലേക്ക് നമ്മൾ മാറ്റാൻ, അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ടാണ് മാറ്റാൻ സാധിക്കുള്ളൂ. ഈ പരിവർത്തനത്തിന് നമ്മൾക്ക് കൂടുതൽ അവബോധം ആവശ്യമാണ്. അവബോധം നമ്മൾക്ക് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് മൈൻഡ് അതിന് തടസ്സമാകുന്നുണ്ട്. നമ്മളുടെ ഇൻ്റലക്ച്വൽ മൈൻഡ്, നമ്മൾക്കറിയാം എന്നുള്ള ആ ഒരു കാര്യം, നമ്മളുടെ ബ്രെയിനിലുള്ള ഡേറ്റകളുടെ അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കോസ്മിക് ഇൻ്റലിജൻസിൻ്റെ അറിവിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്നിനെയും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്കറിയാം എന്നുള്ള ആ ഒരു അറിവിൻ നമ്മളുടെ ഇൻ്റലക്ച്വൽ മൈൻഡ് അവിടെ നമ്മളുടെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കും, ജഡ്ജ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും തീവ്രമായ ആ ഒരു ചലനങ്ങളിൽ ആ ഒരു വൈബ്രേഷൻ നമ്മൾക്ക് അനുഭവപ്പെടും, വളരെ ലോ ആയിട്ട് അനുഭവപ്പെടും. അവയെ നമ്മൾ ബോധപൂർവം ഉയർന്ന ആ ഒരു തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻ്റൽ മൈൻഡ് നമ്മൾക്ക് ഓഫാക്കി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓഫാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റാച്ച്മെൻറ്റോടുകൂടി, മെൻ്റലി ഡിറ്റാച്ച്മെൻറ്റോടുകൂടി ഓരോന്നിനെയും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കണം. നമ്മളുടെ അറിവ് വെച്ചാണ് നമ്മൾ ഓരോന്നിനെയും ജഡ്ജ് ചെയ്യുന്നത് എങ്കിൽ ആ എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളുടെ അറിവിനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്മിക് ആ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ അറിവിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോസ്മിക് ആ ഇൻ്റലിജൻസുമായിട്ട് കണക്റ്റ് ആവും, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ നമ്മളുടെ ഡെൻസിറ്റി ആ സീറോ ആകുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്രപഞ്ചിക ഊർജവുമായിട്ട് കണക്റ്റ് ആവും. ആ സമയത്ത് നമ്മളിലേക്ക് ലൈഫ് കൂടുതൽ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യും. പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ആ സമയത്ത് നമ്മളുടെ അറിവ് ഉയർന്ന അവബോധ തലത്തിലേക്ക് എത്തും. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ കാണുന്ന ആ ഒരു ഡയമെൻഷൻ തന്നെ കാഴ്ചപ്പാടിൻ്റെ ആ ഒരു ഉയർന്ന തലം ആയിരിക്കും. നമ്മൾ ഫിസിക്കൽ ഡയമെൻഷനിൽ ഇരുന്നു കൊണ്ടാണ് എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുന്നത് എങ്കിൽ വളരെ ലോ ആയിട്ടുള്ള എനർജി വൈബ്രേഷൻ ആയിരിക്കും ഈ ഒരു ഡയമെൻഷനിലുള്ളത്. നമുക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് ആ ഒരു അവബോധത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് മൈൻഡ് തന്നെയാണ്. ആ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ മെൻ്റലി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. ജഡ്ജ്മെൻറ്റ് മൈൻഡ് നമുക്ക് വേണ്ട എന്നല്ല, പക്ഷേ ജഡ്ജ്മെൻറ്റ് മൈൻഡിനെ നമ്മൾ മെൻ്റലി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ പഠിക്കണം. അപ്പോൾ ആ ഒരു ലൈഫ് ഫങ്ഷൻ ചെയ്യുന്നത് എല്ലായിടത്തും ലൈഫുണ്ട്. അത്
ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പോലും അതിൻ്റെ കോൺഷ്യസ്നസ് അതിൻ്റെ ഉള്ളിൽ അടക്കമാണ്. ജീവൻ ഉള്ളതിലായാലും ജീവൻ ഇല്ലാത്തതിലായാലും ലൈഫ് എല്ലായിടത്തുമുണ്ട്. അത് നമ്മളുടെ ഉള്ളിലും ലൈഫുണ്ട്, നമ്മളുടെ പുറത്തും ലൈഫുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ ഒരു സാർവത്രിക ബോധത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഈ ഒരു പ്രപഞ്ച നമ്മൾക്ക് പ്രകടമാകുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഹാർഡായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഹാർഡായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. എന്നാൽ എനർജി തലത്തിലുള്ളത് നമുക്ക് അത്രയധികം ഹാർഡായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല. എനർജി തലത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഉയർന്ന അവബോധത്തിലേക്ക് മാറും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്ലോ ഓഫ് ലൈഫ് റെസ്ട്രിക്റ്റ് ചെയ്യാതെ പ്രപഞ്ച ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കണം എങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് മൈൻഡ് നമ്മളെ ഡിറ്റാച്ച് ചെയ്യണം. അതിനെ ഡിറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇമോഷൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളേതോ ആ ഒരു ഇമോഷനുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡാണ്. അപ്പോൾ ആ ഇമോഷനെയാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടത്. ആ ഇമോഷനെ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ ഇമോഷനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. ആ ഇമോഷനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണമെങ്കിൽ ആ ഇമോഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് ആ ഇമോഷനെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഇൻവോൾവ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ആ ഇമോഷനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ സാധിക്കില്ല. സിറ്റുവേഷൻസ്, പാറ്റേൺസ് റിപ്പീറ്റഡായിട്ട് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ലൈഫ് തന്നെ നമുക്ക് തികയാതെ വരും. ആ ലൈഫ് ലോങ് നമ്മൾ അതേ പാറ്റേൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണമെങ്കിൽ ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഇമോഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇമോഷൻ, ആ ഒരു ഡെൻസിറ്റി അവിടെ കുറയുന്നതായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റും ആ ഇമോഷനെ. അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ ആ ഇമോഷണൽ ബ്ലോക്ക് അവിടെ നിന്ന് ഇല്ലാതാവുകയും നമ്മളുടെ ഡെൻസിറ്റി വളരെ കുറവാകും. അപ്പോൾ നമ്മൾക്ക് ഇമോഷണൽ എനർജി, ബോഡി ഡെൻസിറ്റി 0 ആണെങ്കിൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് നമ്മളിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. മെൻ്റൽ ബോഡി, ഫിസിക്കൽ ബോഡി എല്ലാം വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇമോഷണൽ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ നമ്മളുടെ മെൻ്റൽ ബോഡിയും ഫിസിക്കൽ ബോഡിയും വീക്കായിരിക്കും. അപ്പോൾ അത്രയും ഡെൻസിറ്റി നമ്മൾക്ക് ഉണ്ടായിരിക്കും. ഹാർഡായിട്ട് അനുഭവപ്പെടും ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഇതേ പ്രപഞ്ചത്തിലൂടെ നമ്മൾക്ക് ഈ ഒരു ലൈഫ് പ്രോബ്ലം എല്ലാം ഇല്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ഉയർന്ന അവബോധ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഉയർന്ന അവബോധ തലത്തിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് മൈൻഡ് ഡിറ്റാച്ച് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ജഡ്ജ്മെൻറ്റാണ് എല്ലാത്തിനും കാരണം. ഈ ജഡ്ജ്മെൻറ്റ് നമ്മളൊന്ന് ഓഫാക്കി വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളുടെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കില്ല. നമ്മളുടെ ആ ഒരു അറിവ് വളരെ പരിമിതമാണ്. നമ്മൾക്കറിയാവുന്ന എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്കായിരിക്കും. ഇന്ന് സയൻസ് ഒരു കാര്യം കണ്ടുപിടിച്ചാൽ പോലും സയൻസ് ഇമ്പ്രൂവ് ആകുന്നതനുസരിച്ച് ആ ചിന്ത മാറ്റി നമ്മൾ സ്ഥാപിക്കേണ്ടി വരും. സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നാളെ ചിലപ്പോൾ മാറ്റം സംഭവിക്കാം. അപ്പോൾ പിന്നെ നമ്മളുടെ മൈൻഡിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ആ ഇൻ്റലക്ച്വൽ മൈൻഡ് നമ്മൾ ആവശ്യമില്ലാതെ ജഡ്ജ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കോസ്മിക് ആ ഒരു ഇൻ്റലിജൻറ്റുമായിട്ട്, കോസ്മിക് എനർജിയുമായിട്ട് യൂണിറ്റി, താദാത്മ്യം പ്രാപിക്കുകയും അതിലൂടെ നമ്മൾക്ക് കൂടുതൽ ആ ഉയർന്ന അവബോധത്തിലൂടെ എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെ വരെ ഏത് ഈ കോൺഷ്യസ്നെസ്സിന് സ്റ്റേജസുകളുണ്ട്. കോൺഷ്യസ്നെസ് ലൈഫ് എല്ലായിടത്തും ഉണ്ട്. പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. എന്നാൽ ആ കോൺഷ്യസ്നെസ്സിന് സ്റ്റേജസുകളുണ്ട്. അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചറുള്ള ബോഡിയിലായിരിക്കും. എസ്പെഷ്യലി ലിവിങ് തിങ്സിൽ
ഹ്യൂമൻ ബോഡിയിലാണ് ഏറ്റവും കൂടുതൽ കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഈ ഡെൻസിറ്റി സാന്ദ്രത അനുസരിച്ചിട്ടാണ് നമുക്ക് ആ അവബോധം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് ലെയർ വരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ അവിടെ വരെയുള്ള ആ അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ ജഡ്ജ്മെൻറ്റ് മൈൻഡ് ഓഫാക്കി വെച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ, അതായത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കാനും പഠിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു കോസ്മിക് ഇൻ്റലിജൻസ്, ആ ഒരു ഉയർന്ന അവബോധ തലത്തിലേക്ക് നമുക്ക് കൂടുതൽ ഉയർന്ന ഡയമെൻഷനിലേക്ക് നമ്മളുടെ മെൻ്റൽ പ്ലെയിനിനെ കൊണ്ടുപോയി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലൈഫ് കൂടുതൽ ആ ഒരു മോർ ഫങ്ഷൻ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മളുടെ ഡെൻസിറ്റി കുറയുമ്പോൾ, നമ്മളുടെ എനർജി ബോഡിയുടെ ഡെൻസിറ്റി കുറയുമ്പോൾ ലൈഫിനെ, ആ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചിലരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ ചിലരെ കാണുമ്പോൾ വിചാരിക്കും ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വളരെ കൂടുതലാണല്ലോ എന്ന് വിചാരിക്കും. അതിന് റീസൺ ഇതാണ്: അവരുടെ അറിവിനേക്കാൾ കൂടുതൽ അവരുടെ ഇൻ്റലക്ച്വൽ മൈൻഡിനെ ഓഫാക്കി വെച്ചുകൊണ്ടാണ് ഈ ഒരു കോസ്മിക് ഇൻ്റലിജൻസിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അവർ എല്ലാ കാര്യത്തിനെയും അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്ര അറിവുണ്ടെങ്കിലും അവരുടെ ഇൻ്റലക്ച്വൽ മൈൻഡിനെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇൻ്റലക്ച്വൽ മൈൻഡിനെ നമ്മൾ ഓഫാക്കി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവില്ല. ഒരു വസ്തു ഇന്നതാണ്, ഇത് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതെല്ലാം ഇതാണ് എന്ന് നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിക്കില്ല. അപ്പോൾ മാത്രമാണ് അതിൻ്റെ യാഥാർത്ഥ്യമായ കാര്യം നമ്മളിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലും ലൈഫാണ്, നമ്മളുടെ ഉള്ളിലും ലൈഫ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ അറിവ് നമ്മൾ ഇത്രയും കോംപ്ലക്സ് സ്ട്രക്ചറായിട്ട് നിൽക്കുന്ന നമ്മളിലേക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നത് വസ്തുവായാലും വ്യക്തികളായാലും അതിൻ്റെ ഉള്ളിലും ലൈഫാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ, ആ ഒരു എനർജീനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ജഡ്ജ്മെൻ്റ് അവിടെ ഇല്ലാതിരുന്നാൽ മതി. അപ്പോൾ ലൈഫിന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്തോളൂ. അതായത് പ്രപഞ്ച ബോധത്തിലൂടെ നമ്മൾ ആ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ജഡ്ജ്മെൻറ്റ് കൊടുക്കാതിരുന്നാൽ. അപ്പോൾ അതൊരു ചെടിയായാലും മരമായാലും നമ്മൾക്കതിൻ്റെ ആ ഒരു മനോഹാരിത ഏറ്റവും മാക്സിമം ലെവലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മളവിടെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ അറിവ് വെച്ച് അതിനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡിലുള്ള ഇൻ്റലക്ച്വലിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കും ഉള്ളതാണത്. അപ്പോൾ അതിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മളുടെ ആ ചെറിയ ഇൻ്റലക്ച്വൽ മൈൻഡ് നമ്മൾ എപ്പോഴും ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. നമ്മൾക്ക് ആ ഒരു ഇൻ്റലക്ച്വൽ മൈൻഡ്, ജഡ്ജ്മെൻറ്റ് മൈൻഡ് എല്ലാം ആവശ്യമാണ്. പക്ഷെ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഡിറ്റാച്ച്മെൻറ്റ് മീൻസ് ആ ഇമോഷണൽ നമ്മളെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കണം. ഇമോഷണലി നമ്മൾ ഒരു സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടാവരുത്. ജഡ്ജ്മെൻറ്റ് തുടങ്ങിയാൽ ഇമോഷണൽ ബ്ലോക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇമോഷൻസ് റണ്ണാവാൻ തുടങ്ങും, തോട്ട്സ് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഡെൻസിറ്റി വളരെയധികം വർദ്ധിക്കും. അപ്പം എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു ഡെൻസിറ്റി ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി വേറെ ആയിരിക്കും. പല സമയത്തും നമ്മളുടെ ഫ്രീക്വൻസി പല ആ ഒരു വൈബ്രേഷനിലായിരിക്കും. അപ്പോൾ ഏതാണ് നമ്മളുടെ ഒരു കോമൺ ഫ്രീക്വൻസി, അതിൽ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പോയി കൂടുതൽ അവബോധത്തിലേക്ക്, ഡയമെൻഷൻ തലത്തിലേക്ക് നമ്മളുടെ മെൻ്റൽ പ്ലെയിനിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും ആ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് തന്നെ.
അപ്പോൾ ലൈഫ് നമ്മളിലൂടെ ഫ്ലോ ചെയ്യാൻ നമ്മൾ ആണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മൾ തന്നെയാണ് ആ തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മളുടെ ആ തടസ്സമില്ല എങ്കിൽ ലൈഫ് നമ്മളിലൂടെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അവിടെ നമുക്ക് വളരെ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു മെൻ്റൽ ഇമോഷൻസ് അനുഭവിക്കാൻ സാധിക്കും. കൂടുതൽ ആ ഒരു സ്നേഹം നമുക്ക് പ്രകടമാക്കാനും അതേപോലെ സഹാനുഭൂതിയും എല്ലാം നമ്മളിലൂടെ പ്രവഹിക്കാനും തുടങ്ങും. ലൈഫ് നമ്മളിലൂടെ കൂടുതൽ സ്മൂത്തായിട്ട് പ്രവഹിക്കുമ്പോൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.